ജന്മന ഞാൻ മുടന്താണ്. കുട്ടികളൊക്കെ അപ്പം ഞൊണ്ടി എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുക. അമ്മയോട് പറയും, അമ്മ അവൻ എന്നെ ഞൊണ്ടി പറഞ്ഞു, ഇവൻ ഞൊണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അപ്പം അതോടെ ചേർന്ന് അമ്മയും കരയും. നിങ്ങൾ കരയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ശബരിമലയ്ക്ക് മകൻ്റെ കൈകൊണ്ട് ഒരു നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്തേക്കും. പിന്നെ അവൻ്റെ കാല് ശരിയായി എന്ന് നടക്കാൻ പറ്റുന്നു അന്ന് നിങ്ങൾ മല കയറ്റണം. അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ശരണം വിളിക്ക്, ഭഗവാനെ വിളിക്ക്, നിൻ്റെ കാല് ശരിയാകും. എന്താ പറയുക, പറയുമ്പോഴേ നമ്മൾക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്, ഈശ്വര ശക്തി. ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇങ്ങനെ വളവെല്ലാം നൂർന്ന് വന്നു. ആശുപത്രിയിലൊന്നും പോയില്ല. ശബ്ദം തിരിച്ചു കിട്ടിയവർ, ശബ്ദം കാഴ്ച തിരിച്ചു കിട്ടിയവർ, ചലനശേഷി കിട്ടിയവർ, ഒരുപാട് പേരുടെ കഥകൾ കേൾക്കും. അതുപോലെ ഒരു കഥയാണ് ഈ ചുരുക്കം പറഞ്ഞാൽ സ്വാമി ഉദ്ദേശിക്കുന്നത് ഈ നാഗസൈരന്ധ്രി ദേവിയിലും ആത്മീയ ചൈതന്യമുണ്ട് എന്ന് പറയുമ്പോൾ സർവ്വചരാചരങ്ങളിലും ആ ആത്മീയ ചൈതന്യം ഉള്ളതായി തോന്നിയിട്ടില്ലേ? ഓരോ ജീവനിലും ചൈതന്യമുണ്ട്. അത് ചില ജീവനുകളിൽ കർമ്മഫലത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. ആത്മീയ ചൈതന്യം എല്ലാവരിലും ഉണ്ട്. ചൈതന്യമില്ലാത്തത് ഒന്നുമേ ഇല്ല. എന്നാൽ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനിലും കൂടിയും കുറഞ്ഞും ഈ ചൈതന്യം ഇരിക്കും. അവരുടെ സാധനകൾക്കനുസരിച്ച്, അവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഈ ആത്മീയ ചൈതന്യം കൂടിയും കുറഞ്ഞും ഇരിക്കും. അതാണ് ഇന്നിപ്പോൾ ഏറ്റവും ദാരിദ്ര്യം മുതൽ ദാരിദ്ര്യമില്ലായ്മ വരാനുണ്ട്. അവർ കർമ്മഫലങ്ങളുണ്ട്. എന്തുകൊണ്ട് എല്ലാവരും ഒരേ കുടുംബത്തിൽ ജനിച്ചില്ല? എല്ലാവരും ഒരേ കുടുംബത്തിൽ ജനിക്കണ്ടേ? അല്ലെങ്കിൽ ഒരേ അമ്മന്റെ വയറ്റിൽ ജനിക്കണ്ടേ? എന്തുകൊണ്ട്? ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കൾ തമ്മിലും പല വ്യത്യാസങ്ങളോടെ ജനിക്കുന്നവരില്ല. അതെ, മുജ്ജന്മ കർമ്മഫലത്തിനനുസരിച്ചിട്ട് ഇവർക്ക്, നമുക്കും ഇരട്ട കുട്ടികളാണ്. ഒരേ നിമിഷ നേരത്തിന്റെ വ്യത്യാസത്തിലാണ് അവർ ജനിക്കുന്നത്. പക്ഷെ രണ്ടുപേർക്കും രണ്ട് സ്വഭാവങ്ങളാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഒരമ്മന്റെ വയറ്റിൽ ജനിച്ചാലും ഒരേ സമയം ജനിച്ചാലും കർമ്മഫലത്തിനനുസരിച്ചാണ് ഈ സ്വഭാവ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി വരണമെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടണം. നല്ല ഗുരുക്കന്മാരെ കിട്ടിവെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതിനാണ് നല്ല ഗുരുവിനെ തേടിയെത്തുക, നല്ല ഗുരുക്കന്മാരെ തേടിയെത്തുക, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക, അനുസരിക്കുക. ആദ്യം അനുസരിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ അനുസരണയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശാന്തത ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ശാന്തത ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെടാം, സമ്പാദിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ സ്വസ്ഥതയും ശാന്തിയും സമാധാനം ഒന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചില വിട്ടുവീഴ്ചകൾ, ചില അനുസരണകൾ, ഗുരുക്കന്മാരെ അനുസരിക്കണം. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുമ്പോൾ നമ്മളുടെ മനസ്സൊതുങ്ങും. ഇത് ഓരോ സ്റ്റെപ്പാണ്. ധ്യാനത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവർത്തികളിലൂടെയാണ് നമ്മുടെ മനസ്സും ഒതുങ്ങുന്നതും. നമ്മൾക്ക് മേലെ ഈ ചിന്തകൾ മേലെ പോകണം, നന്മയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഓരോരോ പ്രവർത്തികളാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, ഡ്യൂട്ടി സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട്, കാരണം അറിയാത്ത ആളുകൾക്ക് ബാബുസ്വാമിയെ കണ്ടാൽ തന്നെ അറിയാം, ആളുകൾ ഓടിക്കൊണ്ട് വന്ന് സ്വാമി എന്ന് വിളിക്കുമ്പോൾ എന്താ തോന്നാറ്? എനിക്കെല്ലാവരുടെ സന്തോഷം തോന്നുന്നു. സ്കൂളിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. അത്രയും നാൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് കളിയാണ്. ബാബുസ്വാമി എന്ന് പറഞ്ഞ് പാട്ട് പാടി ഒരേ ബഹളമാണ്. കൈകാട്ടും, വരുന്ന റോട്ടിലൊക്കെ കാട്ടും, കോളേജ് കുട്ടികൾ കൈകാട്ടും, ചിരിക്കും. ഇല്ല, അതാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് ഇത്രയും അറിഞ്ഞതും അറിയാനുള്ള സാധ്യതയായതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ എന്തിനവരെ വെറുക്കണം? ആരെ വെറുക്കണം? എത്ര ആൾ നമ്മളെ പറ്റി അറിയാതെ ആദ്യം തെറി വിളിച്ചിട്ടും ഇതായ ഗഞ്ചാസ്വാമിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അവർ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുകയോ ഇത് എന്താണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടുള്ള ഗുണം. അല്ല, സ്വാഭാവികമായിട്ടും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഈ നാഗസൈരന്ധ്രി എന്ന് പറയുന്ന ആൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളാണ്.
അങ്ങനെ ഒരു പരിപാടി. ആ പരിപാടിയിൽ ഇവർ ദേവിയായി അവതരിപ്പിക്കുന്നു. താമരമൊട്ടുമാലയൊക്കെ അണിയിപ്പിച്ച് അവരെ വേദിയിലിരുത്തിയിരിക്കുന്നു. അങ്ങൊപ്പം ഇരിക്കുന്നു. സംസാരിക്കുമ്പോൾ പറയുന്നു, ബാബുസ്വാമി എൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്, എന്നോടൊപ്പം നൃത്തം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഒരു വലിയ മഹാസ്വാമിയുടെ സ്വാമിയായി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. ഒരുപാട് മുനിവര്യന്മാർക്കൊപ്പമാണ് അങ്ങ് വേദി പങ്കിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. സ്വാമി നൃത്തം ചെയ്യുകയോ? അതായത് നമ്മൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ, എൻ്റെ ക്ലാസ്മേറ്റായ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും ബാബുവാണ്. അദ്ദേഹം നൃത്തകലയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പം അദ്ദേഹത്തിന് നാഗാസാരേന്ദ്രി ദേവിയെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി കാണാൻ പോയി. ഓക്കെ. അപ്പോൾ ആ കാണാൻ പോയി അവിടെ വെച്ച് അപ്പോൾ നാഗാസാരേന്ദ്രി ദേവിൻ്റെ അവിടെ വെച്ചൊരു ഡാൻസ് കളിക്കണം പറഞ്ഞു. അദ്ദേഹം കളിച്ചു. അതോടൊപ്പം ബാബുസ്വാമിയും കളിക്കണം, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മളും ചെറിയ സ്റ്റെപ്പിലൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചു. അതാണ് യഥാർത്ഥം. നമുക്ക് ഒന്നും മറക്കത്തൊക്കെ സോഷ്യൽ മീഡിയയിലാണ്, സത്യമല്ല ഒന്നുമില്ല. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എൻഗേജ് ആക്കും. എനിക്ക് അനുഭവം ഉണ്ട് ആ കാര്യത്തിൽ. ഞാൻ ഈ അബാക് മീഡിയയിൽ തന്നെ തുടങ്ങിയ കാലത്ത് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഞങ്ങളിങ്ങനെ ഇവരെ കളിയാക്കാം എന്ന മട്ടിലാണ് പോകുന്നത്. അന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ആത്മീയ വഴിയിലൂടെ ഒന്നും അല്ല യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അവരോട് ഭയങ്കരമായ സ്നേഹമാണ് അന്ന് തോന്നിയത്. നമ്മളോട് ആ തുടക്കത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്ന, നമ്മളെ ചീത്ത പറഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ച, നമ്മളോട് പൈസ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട ആ സ്ത്രീ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഭയങ്കര സ്നേഹത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കിഴി 1 കിലോ വീതം വരുന്ന അരി മക്കൾക്ക് പ്രസാദമാണ് എന്നൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങളെ വലിയ സ്നേഹത്തിലാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പം അവർ വരച്ച ചിത്രങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ ഡാൻസ്, അവരുടെ ശില്പങ്ങൾ ഒക്കെ കാണിച്ച് നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു സ്ത്രീ. ഞങ്ങൾക്ക് ഒരു വലിയ ടാർഗറ്റുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വലിയ രീതിയിൽ ഇവരെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ അവരെ കണ്ടതിന് ശേഷം അങ്ങനെ കളിയാക്കിയതിൽ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് അറിയില്ലല്ലോ. ഇതാണ് അങ്ങ് നേരത്തെ ചോദിച്ചു, അവർക്ക് ചൈതന്യമുണ്ടോ? ചൈതന്യം ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് അവരെ കളിയാക്കാൻ പറ്റിയിരിക്കും. കാരണം അവരുടെ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ സറണ്ടറായി. അതെ, സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമേ നമുക്ക് സറണ്ടർ ആവാൻ പറ്റുള്ളൂ. ഭീഷണിയുടെയോ ഒന്നും പിന്നിൽ സറണ്ടർ ആവാൻ പറ്റില്ല. അത് നമ്മുടെ രക്തത്തിലില്ല. ഈ സ്നേഹമാണ് ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എല്ലാ ഈശ്വര ചൈതന്യവും സ്നേഹമാണ്. അല്ലാതെ എന്ന് പറയുന്നവരുടെ മനോനില തെറ്റിയവരാണ്. ഈശ്വര ചൈതന്യം എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. അത് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടും, ഇതേപോലെ സിദ്ധന്മാരിൽ നിന്ന് കിട്ടും. ഈ വഴിയിലൂടെ ഇനിയും പോകുമ്പോൾ അറിയാം, ഈ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ആർക്ക്? ഈ യഥാർത്ഥ ആത്മീയതയിലൂടെ ആ ആത്മീയ ചൈതന്യം, ആ നമ്മൾ പ്രകൃതിയുമായി ലയിക്കുന്ന ആരുണ്ടോ അവർക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവൂ. ഇതിന് വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടി നടക്കുന്ന വേദിയിൽ പങ്കെടുത്തതിൽ ഒരാൾ ഞാനുമാണ്. സ്വാമിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഉച്ചകൊണ്ട സമയത്താണെന്ന് തോന്നുന്നു പരിപാടി മധ്യത്തോടടുക്കുമ്പോൾ ഞാനവിടെ വന്നിരുന്നു. വേദിയിൽ 2 വാക്ക് സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത്. എന്തായാലും ഒരുപാട് ഗുരുക്കന്മാരെയൊക്കെ കാണാൻ കഴിഞ്ഞ വേദിയാണ്. പക്ഷെ അതിനെ ഇത്തരത്തിലങ്ങ് നെഗറ്റീവായി പോയതിനോട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ചണ്ടാള ബാബാജിയുമായി സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞില്ല, അത് വേണ്ടിയിരുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ മേഖലയിലുള്ള ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, രോഹിത് ജസ്റ്റ് എസ്കേപ്പ് ആണല്ലേ, ഈ ട്രോളുകളിലോ ഇതിലോ ഒന്നും ചെന്ന് പെടാതെ ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. സ്വാമി, ഈ മുന്നോട്ടുള്ള വഴി നമ്മൾക്ക് ഒരു സ്വാമിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഓരോരുത്തർക്കും ഈ ഏത് വഴിയിൽ പോണവർക്കും ഒരു ഫ്യൂച്ചർ പ്ലാനും കിട്ടില്ല. പക്ഷെ ഭാവിയെക്കുറിച്ചൊരു ധാരണയുണ്ടാകുമോ? പ്രാർത്ഥനാ വേളയിൽ, സാധന ചെയ്യുന്ന വേളയിലൊക്കെ മനസ്സിലേക്ക് എൻ്റെ വഴി ഇതാണ്, ഞാൻ ഇവിടെയാണ്, എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നത് എന്ന ചിന്തയുണ്ടാകുമോ? ഈ എല്ലാവർക്കും ഈ ധാരണയിലെത്തിയാൽ
ആ നമ്മൾ എന്താണോ ധരിക്കുന്നത് അത് പിന്നീട് സഫലമാകും. അത് നമ്മൾക്ക് പല കാര്യങ്ങളിലും ഉറപ്പുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിൽ എനിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ശരിയാകണം എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ് എൻ്റെ ഈ 2 കാലുകൾ. ജന്മന ഞാൻ മുടന്താണ്. ഈ പുറംകാല് കൊണ്ടാണ് നടന്നിരുന്നത്. അത് ശരിയായത് ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ് എത്തുന്നതിൻ്റെ ഇടയിലാണ്. ആ ഈശ്വരീയമായ ഒരു വിശ്വാസം, ശബരിമലയ്ക്ക് പോകാന്നുള്ള ഒരു നേർച്ച ഓപ്പറേഷൻ ചെയ്തിട്ട് ശരിയാക്കിയതല്ല, അല്ല, തന്നേന്ന് പറഞ്ഞു. അതൊന്ന് പറയാമോ കഥ? കഥ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ജന്മന 2 കാലും എനിക്ക് പുറംകാലം കൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സാധാരണ ഇങ്ങനെയാണ് പാദമെങ്കിൽ ആ പാദം തിരിച്ച് ഈ ഭാഗം കൊണ്ടാണ് നടന്നത്, പുറംകാലം കൊണ്ടാണ് നടന്നത്. ഇങ്ങനെ വളഞ്ഞിട്ട് 2 കാലും ഇങ്ങനെ ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വരും. 100 ഇവിടെ പുറത്തേ ഉള്ളു. ഈ ഇങ്ങനെയാ നടക്കുക. അപ്പോൾ അങ്ങനെ കാലൊക്കെ ശോഷിച്ച ചെറിയ കാലമായിരുന്നു. അപ്പോൾ സ്കൂളിൽ കൊണ്ട് ഒന്നില്ല മുത്തശ്ശൻ അല്ലെങ്കിൽ അമ്മയാണ് എടുത്തുകൊണ്ട് സ്കൂളിൽ കൊണ്ട് വിടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ അപ്പം ഞൊണ്ടി എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും കാര്യമല്ല. അപ്പോൾ അവർ മാനസികമായി ഭയങ്കര വിഷമമാണ്. അപ്പോൾ വീട്ടിൽ പോയിരുന്ന വന്നിട്ട് അമ്മയോട് പറയും, അമ്മ അവൻ എന്നെ ഞൊണ്ടി പറഞ്ഞു, ഇവൻ ഞൊണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അപ്പോൾ അതോടെ ചേർന്ന് അമ്മയും കരയും. ഈ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു മകനെ തന്നതുകൊണ്ടല്ലേ എനിക്ക് കരച്ചിൽ എന്ന് പറഞ്ഞ് അമ്മയും കരയും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു സന്ധ്യാസമയത്ത് ഒരു മനുഷ്യൻ താടിയും ഇതൊക്കെ വെച്ചിട്ടൊരു അന്ന് ചെറുപ്പ വയസ്സാണ്, എനിക്കറിയില്ല. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എന്തിനാ മക്കളെ കരയണേ? അപ്പോൾ എൻ്റെ മകൻ്റെ കാലം ഇങ്ങനെ ഉണ്ടാ, ഈശ്വരൻ തന്നത് ഇതുകൊണ്ടാണ്, അവൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു, അതുകൊണ്ട് സങ്കടം കൊണ്ട് കരഞ്ഞതാണ് പറഞ്ഞു. നിങ്ങൾ കരയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ശബരിമലയ്ക്ക് മകൻ്റെ കൈ കൊണ്ട് ഒരു നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കാല് ശരിയായി എന്ന് നടക്കാൻ പറ്റുന്നോ അന്ന് നിങ്ങൾ മല കയറ്റണം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം അന്ന് എനിക്ക് 2ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അത് പറഞ്ഞു അടുത്ത വൃശ്ചിക മാസം വന്നു, എല്ലാവരും മാലയിട്ടു. അപ്പോൾ തുടങ്ങി വീട്ടുകാർ ശരണം വിളിക്ക്, ഭഗവാനെ വിളിക്ക്, നിൻ്റെ കാല് ശരിയാകും എന്നുള്ള ആ ഒരിത്. അപ്പോൾ ഓരോ വീടുകളിലും ശരണം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോകും. അതെ, അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവരുടെ കയ്യിൽ ഒരു നെയ്ത്തേങ്ങ നിറച്ച് നമ്മുടെ കൈ കൊണ്ട് നെയ്യ് നിറച്ച് കൊടുത്തു വിട്ട് അവർ വന്നു കഴിഞ്ഞ് എന്താ പറയുക, പറയുമ്പോഴേ നമ്മൾക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്, ഈശ്വര ശക്തി. ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ എൻ്റെ നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും അറിയാം. ഇത് കൊടുത്തു വിട്ടതിന് ശേഷം എന്താ സംഭവിച്ചത്? കാല് ഓരോ കാലായി നൂരാൻ തുടങ്ങി. ഇങ്ങനെ വളവെല്ലാം നൂർന്ന് വന്നു. ആശുപത്രിയിലൊന്നും പോയില്ല? ഒന്നും പോയില്ല. അത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. തനിയെന്ന് പറഞ്ഞതാണ്. പിന്നെ മലയ്ക്ക് പോയത് എപ്പോഴാ? 16 വയസ്സ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോഴത്തേക്ക് കാലെല്ലാം ശരി, 2 കാലും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ധരിക്കുന്നോ എൻ്റെ ശരിയാവും എന്നുള്ള ആ ധാരണ, ഉറച്ച ധാരണയുണ്ടെങ്കിൽ നമ്മൾക്കത് ശരിയാവും. ഈ ശബരിമലയിൽ പോയി ശബ്ദം തിരിച്ചു കിട്ടിയവർ, കാഴ്ച തിരിച്ചു കിട്ടിയവർ, ചലനശേഷി കിട്ടിയവർ, ഒരുപാട് പേരുടെ കഥകൾ കേൾക്കും. അതുപോലെ ഒരു കഥയാണ്. ബാബുസ്വാമി കഥയൊന്നും പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല. വേറൊരു യൂട്യൂബർ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാതെ വേറെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. വികലാംഗനായിരുന്ന കുഞ്ഞു ബാബുവിൻ്റെ കാല് നേരെയാക്കിയ ഭഗവാൻ ശബരിമല പോയി. അപ്പോഴും നമ്മൾക്ക് അയ്യപ്പൻ എന്താണ്, രൂപം എന്താണെന്നുള്ള ആ ജ്യോതി സ്വരൂപം മാത്രമാണ് നമ്മൾ കണ്ണടച്ച് ശരണം വിളിക്കുമ്പോൾ എന്നറിയുന്നത്. ആ ജ്യോതി മാത്രമാണ് എനിക്ക് അന്നും ഇന്നും തെളിയുന്ന ആ ഉള്ളിലുള്ള ആ രൂപം. അതാണ് ഈശ്വരൻ എന്നാണ് ഇപ്പോഴും നമ്മുടെ ഉറച്ച വിശ്വാസം. അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഈശ്വരനെ തേടി അലഞ്ഞിട്ടുണ്ടോ? അത് അങ്ങനെയാണ്. ഈശ്വരനെ തേടി ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ
ഒരു 18-19 കാലഘട്ടങ്ങളിൽ ഇതൊന്നും വേണ്ട, എനിക്ക് ജോലിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകായിരുന്നു. ഇങ്ങനെ തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ ഓരോ സിദ്ധ സമ്പ്രദായത്തിൽ ഓരോ ആശ്രമങ്ങളിലായിട്ടും സിദ്ധസമാധികളായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 1 വർഷം ഞാൻ അങ്ങനെ ചുറ്റി. അപ്പോഴാണ് പിന്നെ നമ്മുടെ ഓഫീസിലുള്ള സാറുമാർ വിളിച്ച്, നീ വന്ന് ലീവ് എഴുതി കൊടുത്തിട്ട് പോ, ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് ജോലി തിരിച്ചു കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം വന്നു. വെറും ഒരു വടിയും ഒരു തോൾ സഞ്ചിയും ഒറ്റ മുണ്ടും മാത്രമായിരുന്നു എൻ്റെ ഒരു ഇത്. പല ആൽത്തറകളിൽ കിടന്നിട്ടും പല സിദ്ധസമാധികളിൽ കിടന്നിട്ടും അങ്ങനെ ഒരു യാത്രയായിരുന്നു. എന്തിനു വേണ്ടിയുള്ള യാത്രയാണ് എന്താണെന്നുള്ള അതൊരു ആനന്ദകരമായ യാത്രയായിരുന്നു. ഇതൊക്കെ അനുഭവങ്ങളാണ്. എവിടെയെങ്കിലും ഈശ്വരനെ കണ്ടുമുട്ടിയോ? ഈശ്വരനെ കണ്ടുമുട്ടുക പറഞ്ഞാൽ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റി. എന്നെ കൊണ്ടുപോയത് ആ ഒരു ഈശ്വര ശക്തിയാണ്. നമ്മൾ ട്രെയിൻ ഇറങ്ങി എവിടേക്കെന്നുള്ള യാത്രയിൽ ഇങ്ങനെ പോവാണ്. എനിക്ക് TVS ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആ TVS. ഇതും കൊണ്ട് ഞാൻ പഴനി ആശ്രമമുണ്ട്, ഞങ്ങളുടെ സിദ്ധാശ്രമം, അവിടെ കൊണ്ട് ഞാൻ ഈ വണ്ടിന് ഞാൻ അവർക്ക് കൊടുത്തു, എഴുതി കൊടുത്തു. ഞാൻ ഇത് ആശ്രമത്തിലേക്ക് തരാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അന്ന് അവർ വാങ്ങി വെച്ചു. അങ്ങനെ ഞാൻ പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞാൻ ട്രെയിൻ കയറി ഇങ്ങനെ പോയി മധുരയിൽ പോയി ഇറങ്ങി ഇങ്ങനെ നടക്കും. എനിക്ക് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ എൻ്റെ പിന്നിൽ നല്ല ഒരമ്മ, നിങ്ങളെവിടെ പോകണു? ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് തമിഴിൽ പറഞ്ഞ് എന്നെ അങ്ങനെ കൊണ്ടുപോയി തിരുനെൽവേലിയിൽ ശിവഗിരി, അവിടെ ഒരു ജീവസമാധിയുണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കി. അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ കുറേ ഇതുപോലെ സിദ്ധന്മാർ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ അതിലുള്ള ഒരു കേരള സ്വാമി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സിദ്ധസമ്പ്രദായത്തിൽ ഇപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് ഒരു മുരുകക്ഷേത്രമുണ്ട്, അവിടെ വലിയൊരു കുളമുണ്ട്. നമ്മൾ കാലത്ത് എണീച്ച് കുളിക്കും, അവിടെ ധ്യാനം ചെയ്യും. എവിടെയാണ് ക്ഷേത്രം? തിരുനെൽവേലി ശിവഗിരി. തെങ്കാശിയിലല്ലോ? തെങ്കാശിന്ന് പുറം വരണം. മുരുകൻ കോവിൽ. മുരുകക്ഷേത്രമുണ്ട്. കരുണയാനന്ദ സിദ്ധർ സമാധിയാണ്, സിദ്ധസമാധിയാണ്, കരുണയാനന്ദ സിദ്ധർ എന്നാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം അങ്ങനെ പോയിട്ട് ഇങ്ങനെ തരുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ നമ്മളെ കാണാൻ വന്നവരൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമുണ്ട്, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ജപവും ആയിരുന്നു, കുറേ കാലം അവിടെ ഇരുന്നു. ഓക്കെ. ഇപ്പോഴും യാത്ര തുടരുകയാണ്? ഇപ്പോഴും അതിനുള്ള യാത്ര തുടരുകയാണ്. ഓക്കെ. യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും. ആത്മീയ യാത്ര തുടരട്ടെ. ഒരുപാട് പേർക്ക് അറിവും സന്തോഷവും പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ.